الحمد لله وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, നമ്മൾ സൂറത്തു അത്താരിഖ് ആണ് കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയത്. ഈ സൂറത്തിൻ്റെ രണ്ടാമത്തെ പകുതിയാണ് ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സൂറത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശം അതുപോലെ നക്ഷത്രങ്ങൾ ഇതുകൊണ്ട് സത്യം ചെയ്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മനുഷ്യനെ നിരീക്ഷിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആയത്തുകളാണ് അവസാനമായി നമ്മൾ വായിച്ചത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അത് ഈ നിസ്സാരമായ ഇന്ദ്രിയത്തിൽ നിന്നാണ്. വാരിയലിൻ്റെയും നട്ടലിൻ്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ നിസ്സാരമായ മനിയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ ഇത്രയും നിസ്സാരമായ വസ്തുവിൽ നിന്ന് ഇത്രയും സങ്കീർണമായ ശരീരഘടനയോടുകൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞ റബ്ബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. അവനെ മടക്കിക്കൊണ്ടുവരാൻ, മരണാനന്തരം വീണ്ടും സൃഷ്ടിക്കാൻ തീർച്ചയായും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. ഇനിയാണ് നമുക്ക് വായിക്കാനുള്ള ആയത്തുകൾ. ഈ പരലോകത്തെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? യൗമ തുബ്ല സറായിർ. അന്ന് രഹസ്യങ്ങൾ വെളിവാക്കപ്പെടും. സരീറത്തുൻ എന്ന് പറഞ്ഞാൽ രഹസ്യം, അതിൻ്റെ ബഹുവചനം സറായിർ. രഹസ്യങ്ങൾ അന്ന് പ്രത്യക്ഷമാകും. അപ്പോൾ പരലോകത്തിൻ്റെ അവസ്ഥയാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ അമലുകൾ വെളിവാക്കും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. താൻ ചെയ്ത നന്മകൾ അവിടെ ഹാദിറായി പ്രകടമായി കാണും. വമാ അമിലത് മിൻ സൂ. ചെയ്ത തിന്മകളും വന്ന് കാണും. അതുപോലെ തന്നെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ചെയ്ത നന്മയും തിന്മയും അതെത്ര ചെറുതാണെങ്കിലും, ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്ര ഭാരമുള്ള നിസ്സാരമായി നമ്മൾ കാണുന്ന നന്മയോ തിന്മയോ ആണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരും. യാ ബുനയ്യ ഇന്നഹ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഒരു ചെറിയ കടുകുമണിയുടെ അത്രയുള്ളതാണെങ്കിലും ഫതകും ഫി സഖറ. എന്നിട്ട് ഈ കടുകുമണി ഒരു പാറയുടെ ഇടുക്കിലാണ്. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്. അല്ലെങ്കിൽ 7 ആകാശങ്ങളുടെ മുകളിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ആഴങ്ങളിൽ എവിടെയാണ്. യഅതി ബിഹ അല്ലാഹ്. അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ അമലുകൾ അന്ന് പുറത്തു കൊണ്ടുവരും. ആ ദിവസത്തെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ രഹസ്യങ്ങൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? രഹസ്യങ്ങൾ എന്ന് പറയാൻ കാരണം പരസ്യമായ അമലുകൾ വിചാരണ ചെയ്യുന്നതിൽ സംശയമില്ല. രഹസ്യങ്ങൾ അന്ന് പരസ്യമാകും. രഹസ്യമായി ചെയ്ത അമലുകൾ അന്ന് വിചാരണ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ പരസ്യമായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. ഏതുപോലെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മലക്കുകൾ രേഖപ്പെടുത്താത്തതായി ഒരു വാക്കുപോലും നമുക്ക് മിണ്ടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ എന്തായാലും മലക്കുകൾ രേഖപ്പെടുത്തുമെന്ന് ഉറപ്പിക്കാം. കാരണം വാക്കുകളെക്കാളും വലുതാണ് പ്രവൃത്തികൾ. വാക്കുകളെക്കാളും പ്രകടമായി കാണുന്നതാണ് നമ്മുടെ പ്രവൃത്തികൾ. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ, രഹസ്യമായിട്ടും മറ്റും പറയുന്ന വാക്കുകൾ മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ തീർച്ചയായിട്ടും അവർക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ആഖിറത്തിൽ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ഒക്കെ ഉള്ളിൽ കിടക്കുന്ന, അതിനേക്കാൾ രഹസ്യമായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ രഹസ്യങ്ങൾ അത് പുറത്തു വരുത്താൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും എല്ലാ അമലുകളും അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും, വിചാരണ ചെയ്യും എന്നർത്ഥം. അപ്പോൾ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗൗരവം ഇതെന്ന് മനസ്സിലാക്കാം. ചില ഉലമാക്കളൊക്കെ പറഞ്ഞത് കാണാം, രഹസ്യ ജീവിതം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്മാരുടെ ദർജ വ്യത്യാസപ്പെടുന്നത്. രഹസ്യമായി നന്മ ചെയ്യുന്നവർ വലിയ ദർജയിലായിരിക്കും. രഹസ്യമായി തിന്മ ചെയ്യുന്നവർ ഏറ്റവും മോശമായ ആളുകളായിരിക്കും. ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അമലുകളുമായി പരലോകത്ത് വരുന്ന ആളുകളെ, ആ അമലുകൾ അല്ലാഹു ബാത്തിലാക്കും. അല്ലാഹു സ്വീകരിക്കുകയില്ല, തള്ളിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു അവരുടെ അമലുകൾ അങ്ങനെ തള്ളപ്പെടാനുള്ള കാരണം എന്താണ്? കാനു ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളും അവരും ഒറ്റക്കായാൽ, അഥവാ രഹസ്യമായി തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഇൻതഹഖൂഹ, ആ തെറ്റവർ ചെയ്യും. അതുപോലെ തന്നെ രഹസ്യമായി നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലോ, വലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ തതജാഫ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഉറങ്ങുന്ന വിരിപ്പുകൾ വിട്ടുകൊണ്ട് അവരുടെ ശരീരം എഴുന്നേൽക്കും, നമസ്കരിക്കും, ഖിയാമുൽ ലൈൽ നമസ്കരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രഹസ്യമായി അവർ സദഖ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ.
അള്ളാഹു അവർക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. വലിയ പ്രതിഫലം അവർക്കുണ്ട്. അപ്പോൾ രഹസ്യമായി നന്മ ചെയ്തവർ, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചവർ, അവർക്ക് വലിയ പ്രതിഫലം, രഹസ്യമായി തിന്മ ചെയ്ത ആളുകൾക്ക് വലിയ അദാബ്. ഇതിനർത്ഥം നമ്മൾ നിരാശരാകണം എന്നല്ല. അഥവാ രഹസ്യമായി തിന്മ ചെയ്യാത്തവരാരും ഉണ്ടാവുകയില്ല, വളരെ കുറവായിരിക്കും. അങ്ങനെ സംഭവിച്ചു പോകുന്ന, നമ്മൾ ഖേദിക്കുന്ന, തിരുത്തുന്ന തിന്മകളല്ല ഇവിടെ ഉദ്ദേശം. ഇതാ ഖലൂബി മഹാരിമില്ല എന്തഹക്കുഹ, രഹസ്യമായി തെറ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയാൽ തെറ്റ് ചെയ്തിരിക്കും. അഥവാ അത് അവരുടെ സ്ഥിരം സമ്പ്രദായമാണ്. തൗബ ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. തെറ്റുകൾ നിസ്സാരമായി കാണാനല്ല, ഏത് തിന്മയും ഗൗരവം തന്നെയാണ്. പക്ഷേ തൗബ ചെയ്താൽ പിന്നെ ആ തിന്മയല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പോൾ തൗബ ചെയ്യാതെ രഹസ്യമായ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ കാര്യം വലിയ അപകടമാണ്. യൗമ തുബ്ല സറായിർ, അന്ന് ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ, ഖബറുകളിലുള്ളത് അഥവാ മയ്യത്തുകൾ പുറത്തു വരും. വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ദിവസത്തെക്കുറിച്ചാണ്. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അന്ന് മനുഷ്യന് ഒരു ശക്തി ഉണ്ടാവുകയില്ല. ഖുവ്വത്ത്, അവന് യാതൊരു ശക്തിയുമില്ല. വലാ നാസിർ, സഹായിയുമില്ല. ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽപ്പെട്ടാൽ, ഒരു കേസിൽപ്പെട്ടാൽ, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ സ്വന്തം ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം വഴി രക്ഷപ്പെടാം. അത് രണ്ടും ഒന്നും ഉണ്ടാവുകയില്ല. ഫമാ ലഹു മിൻ ഖുവ്വ, സ്വന്തമായിട്ട് യാതൊരു ശക്തിയുമില്ല. വലാ നാസിർ, ഒരു സഹായിയുമില്ല. ആരും ആരെയും സഹായിക്കുകയില്ല. ഈസാ അലൈഹിസ്സലാം സ്വന്തം ഉമ്മയായ മറിയം അലൈഹിസ്സലാമിനോട് ബറാഅത്ത് പ്രഖ്യാപിക്കും. ഞാൻ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, സ്വന്തം തടി നോക്കുക എന്ന് പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകളോട് എന്താണ് പറഞ്ഞത്? ഫാത്തിമത്തു ബിൻത മുഹമ്മദിൻ സലീനി മിമ്മാലി മാ ശിഅ്തി ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, എൻ്റെ സമ്പത്ത് നിനക്ക് വേണ്ടതിപ്പോൾ തരാം ദുനിയാവിൽ വെച്ച്, പക്ഷേ പരലോകത്ത് ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു ഉപകാരവും ചെയ്യാൻ, ഒരു സഹായവും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും വഖ്ശൂ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഉപ്പമാർ മക്കളെ സഹായിക്കുകയില്ല, മക്കൾ ഉപ്പമാരെ സഹായിക്കുകയില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളെ സഹായിക്കുകയില്ല. അപ്പോൾ ഒരു സഹായി അന്നുണ്ടാവുകയില്ല. അല്ലെ, ദുനിയാവിൽ ഇപ്പോൾ നമ്മൾ എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും രക്ഷിക്കാൻ വക്കീൽമാരുണ്ട്, കോടതിയുണ്ട്, നാട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പലരും ഉണ്ടാകും. പക്ഷേ ആഖിറത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഫൈദ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും, സൂറിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധങ്ങൾ തന്നെ ഇല്ല, പിന്നെയല്ലേ ബന്ധത്തിൻ്റെ പേരിലുള്ള സഹായം. ഫലാ അൻസാബ്, അതിനുശേഷം പിന്നെ യാതൊരു ബന്ധവുമില്ല മനുഷ്യന്മാർ തമ്മിൽ. എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി എന്നായിരിക്കും, എൻ്റെ തടി, എന്നെ രക്ഷിക്കുക എന്നായിരിക്കും ഓരോരുത്തരുടെയും ആവശ്യം. ഇത് ആ ദിവസത്തിൻ്റെ ഗൗരവം ഓർക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. വസ്സമാഇ ദാതിർ റജ്, ഇനി വീണ്ടും അള്ളാഹു ഒരു സത്യം ചെയ്യലാണ് നടത്തുന്നത്. അപ്പോൾ ഈ സൂറത്തിൽ 2 പ്രാവശ്യം സത്യം ചെയ്യുന്നുണ്ട്. ആദ്യം സത്യം ചെയ്തിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ അമലുകൾ നിരീക്ഷിക്കാൻ നിരീക്ഷകന്മാരുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് രക്ഷയും ശിക്ഷയും ഉണ്ട്, വിചാരണയുണ്ട്. അപ്പോൾ പരലോകത്തെക്കുറിച്ചാണ് ഒന്നാമത് സത്യം ചെയ്ത് പറഞ്ഞത്. ഇനി രണ്ടാമത് ഖുർആനെക്കുറിച്ചാണ് സത്യം ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പരലോകത്തിൻ്റെ ഗൗരവം ഇത്രയുണ്ട്, നമ്മുടെ അമലുകളുടെ ഗൗരവം ഇത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ അമലുകൾ നന്നാക്കാനും പരലോകത്ത് രക്ഷപ്പെടാനും ഒക്കെ വേണ്ടതെന്താണ്? ഈ കിതാബ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, വസ്സമാഇ ദാതിർ റജ, വീണ്ടും ആകാശമാണ് സത്യം എന്ന് പറയുന്നു. ദാതിർ റജ, റജ എന്ന് പറഞ്ഞാൽ മടക്കം, മടങ്ങുന്നതായ ആകാശം. എന്താണ് ഉദ്ദേശിക്കുന്നത്? മഴയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. മഴയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ മഴയുടെ പ്രത്യേകത? മഴ പെയ്യും, അത് അവസാനിക്കും, വീണ്ടും മഴ പെയ്യും, അടുത്ത വർഷം അല്ലെങ്കിൽ അതേ വർഷം തന്നെ അടുത്ത ദിവസം, ഇങ്ങനെയൊക്കെയായി മഴ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒറ്റൊരു പ്രാവശ്യമല്ല മഴ പെയ്യുന്നത്. വസ്സമാഇ ദാതിർ റജ വൽ അർളി ദാതിസ് സദഅ, സദഅ എന്ന് പറഞ്ഞാൽ പിളരുക, തസദ്ദഅ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളർന്നു, സദഉൻ എന്ന് പറഞ്ഞാൽ ഷഖ്ഖുൻ, പിളർത്തൽ എന്നാണ് അർത്ഥം. അപ്പോൾ പിളരുന്ന ഭൂമിയാണ് സത്യം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെടികളൊക്കെ ഈ ഭൂമിയെ പിളർത്തിക്കൊണ്ടാണ് പുറത്തു വരുന്നത്. അത് വളരെ അത്ഭുതകരമായ പ്രതിഭാസമാണ്. ആലോചിച്ച് നോക്കൂ, ഒരു വിത്ത് പിളർത്തിയിട്ട് ആ വിത്തിൻ്റെ തോട് പൊളിച്ച് പുറത്തു വരുന്ന ആ നാമ്പ്, അതിൻ്റെ ബലം എത്രയാണ്? വളരെ നിസ്സാരമായ വസ്തുവാണ്. അതാണ് വളരെ ഉറച്ച മണ്ണിൽ പോലും മുളച്ച് പുറത്തേക്ക് വരുന്നത്. ഈ മണ്ണിനെ പിളർത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത് നിസ്സാരമായ ഈ ഒരു ചെറിയ ഇല പോലെയുള്ള ഈ നാമ്പാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഖുവ്വത്ത്, ഖുദ്റത്ത് കാണിക്കുന്ന ഒരു അത്ഭുത സംഭവമാണ്. വൽ അർദി
ദാത്ത് സ്വദ, വെണ്ട് കീറുന്ന പിളർന്നു പോകുന്ന ഭൂമിയാണ് സത്യം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. വസ്സമായി ദാത്ത് റജ വൽ അർദ് ദാത്ത് സ്വദ. എന്താ ബന്ധം? ഈ മഴ വർഷിച്ചിട്ടാണ് ഭൂമി പിളർന്ന് ചെടികളും പുല്ലുമൊക്കെ മുളക്കുന്നത്. ഇനി സത്യം ചെയ്തിട്ട് പറയുന്ന വിഷയം എന്താണ്? അൽ മുഖ്സമു അലൈഹി. നമ്മൾ പറഞ്ഞു ഖസം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൽ. സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മുഖ്സമുൻ അലൈഹി വേണം. എന്താ പറയുന്നത്? നമ്മൾ സാധാരണ സംസാരത്തിൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റുമോ? ഇല്ല. എന്താണെന്ന് ചോദിക്കും. ഒരാളുടെ നമ്മൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാൽ എന്താണ് കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? അല്ലാഹു തആല പറയുന്നു, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ. തീർച്ചയായും ഇത് ലഖൗലുൻ ഫസ്ൽ, വളരെ ഖണ്ഡിതമായ ഒരു സംസാരമാകുന്നു. എന്താണ് ഖണ്ഡിതമായതെന്ന് പറഞ്ഞാൽ? ഫസ്ലുൻ എന്ന് പറഞ്ഞാൽ, ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഫസലഹ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു എന്നാണ് അർത്ഥം. അല്ല, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ക്ലാസ്സിന് ഫുസൂൽ എന്ന് പറയും. എന്താ കാരണം? 1-ാം ക്ലാസ്സുകാരും 2-ാം ക്ലാസ്സുകാരും വേർതിരിക്കുന്നതാണ് ഫസ്ൽ. അതുപോലെ തന്നെ കിതാബുകളിൽ, അറബിയിൽ ഒരു കിതാബ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിതാബുകളുണ്ടാവും. കിതാബിൻ്റെ ഉള്ളിൽ കിതാബുകളുണ്ടാവും. ഇപ്പോൾ സഹീൽ ബുഖാരി അതൊരു കിതാബാണ്. അതിന് കിതാബ് എന്നതിനേക്കാളും മുസന്നഫ് അല്ലെങ്കിൽ മുഅല്ലഫ് എന്നൊക്കെയാണ് പറയാം. അതിനെ കിതാബുകളെ വേർതിരിച്ചിട്ടുണ്ടാവും. കിതാബ് ബദ്ഇൽ വഹി, കിതാബുൽ ഈമാൻ, കിതാബുൽ ഇൽം എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ കിതാബുകളുണ്ടാവും. ആ കിതാബിൻ്റെ ഉള്ളിൽ ബാബ് ഉണ്ടാവും. ബാബു അൽ വുളു, ഇങ്ങനെ ബാബുകളുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഫുസൂൽ ഉണ്ടാവും. ഫുസൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ഒരു സബ് ടൈറ്റിൽ. അതിൻ്റെയും ഉള്ളിൽ മസായിൽ, ഒറ്റയായ ഇൻഡിവിജ്വൽ മസാലകൾ, വിഷയങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു കിതാബിൻ്റെ തർത്തീബ്. അപ്പോൾ അതിൽ ഫസ്ലുൻ എന്ന് പറയാൻ കാരണം എന്താ? ഒരു വിഷയത്തെ മറ്റൊരു വിഷയത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ് ഫസ്ൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്നഹു ലഖൗലുൻ ഫസ്ൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യഫ്സുലു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. വമാ ഹുവ ബിൽ ഹസിൽ, ഇത് തമാശയല്ല. ഹസിൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായത്, തമാശ, വിലയില്ലാത്തത് എന്നൊക്കെ പറയാം. ഹസീലുൽ ബദൻ എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞ ദുർബലമായ ശരീരം. അതുപോലെ സംസാരത്തെക്കുറിച്ച് കലാമുൻ ഹസീൽ എന്ന് പറഞ്ഞാൽ തമാശയായി നിസ്സാരമായി കണ്ടുകൊണ്ട് ഒരു ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുന്നതിനാണ് ഹസീൽ എന്ന് പറയാം. ഖുർആൻ അങ്ങനെയല്ല. ഇന്നഹു ലഖൗലുൻ ഫസ്ലുൻ വമാ ഹുവ ബിൽ ഹസിൽ, ഇത് തമാശയല്ല, ഗൗരവമുള്ള ഖണ്ഡിതമായ സത്യാസത്യങ്ങൾ വിവേചിക്കുന്ന സംസാരമാകുന്നു. അല്ല, ഇതാണ് ഖുർആൻ്റെ പ്രത്യേകത. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്മാരൊക്കെ ആശങ്കയിലാണ്. കാരണം ഹക്കും ബാത്തിലും വേർതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഹക്കും ബാത്തിലും വേർതിരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡം വേണം. അതില്ലാതെയാണ് അധികം മനുഷ്യന്മാർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലം ദുഷിക്കും തോറും ഈ ആശയക്കുഴപ്പം ആളുകൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. അതിനും ഒന്നുകൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടോ എന്നറിയില്ല. എന്നിട്ടല്ലേ എന്താണ് ലക്ഷ്യം എന്ന് ചിന്തിക്കേണ്ടുള്ളൂ. നമ്മളിവിടുന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഇതിനൊരു ലക്ഷ്യമുണ്ടോ? അതല്ല വെറുതെ മറ്റുള്ള ജന്തുജാലങ്ങളും അതുപോലെ തന്നെ നിർജീവ വസ്തുക്കളും ഇലയും പൂവും കായും പഴങ്ങളും ഒക്കെ ഉള്ളതുപോലെ അതുപോലെ ജനിക്കുന്നു, മരിക്കുന്നു, വെറുതെ കാലം കഴിഞ്ഞു പോകുന്നു, ഇങ്ങനെയുള്ളൊരു വസ്തുവാണോ മനുഷ്യൻ? അതിനുത്തരമില്ലാത്ത ആളുകളാണ് ഈ ലോകത്ത് അധികം മനുഷ്യന്മാർ. ഇനി ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം എന്നറിയാത്തവരാണ് കുറേ ആളുകൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം പറഞ്ഞു തരുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലക്ഷ്യമുണ്ട്, അത് ഇബാദത്ത് മാത്രമാണ്. ബാക്കിയെല്ലാം അതിന് സഹായമാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ എല്ലാ ബന്ധങ്ങളും, അല്ലേ, മാതാപിതാക്കളും മക്കളും. ഇപ്പോൾ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതിൽ ആരാ വലുത്? മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണോ? കാരണം അവർ മക്കൾക്ക് ഉപകാരം ചെയ്തവരാണല്ലോ. അതല്ല, മക്കൾക്ക് വിവരവും വിദ്യാഭ്യാസവും കൂടുതലാണ്. കാലം പുരോഗമിക്കും തോറും മനുഷ്യൻ ബുദ്ധിപരമായി വികസിക്കുന്നു. അതുകൊണ്ട് പുതിയ തലമുറക്ക് കൂടുതൽ വിവരമുണ്ട്. ആ നിലയ്ക്ക് മാതാപിതാക്കൾ മക്കളനുസരിക്കണോ? എന്താണ് വേണ്ടത്? നമുക്ക് യാതൊരു സംശയവുമില്ല. അനിഷ്കുർലി വലിവാലിതേക്ക, എന്നോട് നന്ദി കാണിക്കുക, എൻ്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുക. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമ. ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ശിർക്കും തിന്മകളും അല്ലാത്ത കാര്യങ്ങൾ അനുസരിച്ച് കൊള്ളണം, യാതൊരു സംശയവുമില്ല. അവരനുസരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഭാര്യയും ഭർത്താവും, ഇതിൽ ആരെയാണ് അനുസരിക്കേണ്ടത്? ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം കൂടുതലാണ്, അപ്പോൾ ഭർത്താവ് ഭാര്യനെ അനുസരിക്കണം. അതല്ല, എന്തായാലും ഭർത്താവ് ആണല്ലേ, അതുകൊണ്ട് ആണിനെ തന്നെ അനുസരിക്കാം, അങ്ങനെയാണോ? അങ്കലാപ്പിലാണ് ആളുകൾ. നമുക്ക് യാതൊരു സംശയമില്ല. റിജാലു ഖവ്വാമൂന അലൻ നിസ, പുരുഷന്മാർ സ്ത്രീകൾക്ക് മേൽ അധികാരമുള്ളവരാകുന്നു.
ഭർത്താവിനനുസരിച്ച് കൊള്ളണം. അതുപോലെ ആരാണോ രക്ഷാകർത്താവായിട്ടുള്ളത്, ഉപ്പയാണെങ്കിൽ ഉപ്പ, സഹോദരനാണെങ്കിൽ സഹോദരൻ, ഒരു സ്ത്രീ ഒരു പുരുഷനെ അനുസരിക്കുന്നവളായിരിക്കണം. അത് അവളുടെ സുരക്ഷയ്ക്കും അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നൽകിയ ഒരു അംഗീകാരവുമാണ്. അല്ല, ചില ആളുകൾ അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഖവ്വാമത്ത് എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരുടെ രക്ഷാധികാരം എന്ന് പറഞ്ഞാൽ തക്ലീഫുൻ വലൈസ തശ്രീഫൻ, അത് പുരുഷന്മാർക്കുള്ള ഒരു ബാധ്യതയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു പുരുഷന്മാരെ ഏൽപ്പിച്ചൊരു ബാധ്യതയാണ്. വലൈസ തശ്രീഫൻ, അതിലൊരു അംഗീകാരമോ ആദരവോ സ്ഥാനക്കയറ്റമോ ഒന്നുമില്ല പുരുഷന്മാർക്ക്. എല്ലാവരും തുല്യരാണ്. പുരുഷന്മാർക്കൊരു അധിക ബാധ്യത അള്ളാഹു കൊടുത്തു എന്ന് മാത്രം. അങ്ങനെയല്ല. ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം, പുരുഷന്മാർക്ക് ഈ സ്ഥാനം കൊടുത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു കൊടുത്തൊരു ഫദ്ലാണ്. ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ്, ചിലരെക്കാൾ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അതിനർത്ഥം പുരുഷന്മാർക്ക് തോന്നിയത് ചെയ്യാമെന്നോ സ്ത്രീകളോട് ദുൽമ ചെയ്യാമെന്നോ, ഒരു സ്ത്രീ പുരുഷനേക്കാൾ തഖ്വയുള്ളവളാണെങ്കിൽ പുരുഷനായതുകൊണ്ട് മാത്രം ഇവൻ അവളെ തോൽപ്പിക്കുന്നു എന്നല്ല. പക്ഷേ ഈ രണ്ട് വർഗ്ഗങ്ങളിൽ അഫ്ദൽ പുരുഷന്മാരാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും വ്യക്തതയുണ്ട്. അല്ല, ഈ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. മക്കളൊക്കെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നു, ഭാര്യമാർ ഭർത്താക്കന്മാർ ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള സ്ഥിരതയുമില്ല. കാരണം ആരും ഒരു വ്യക്തതയുടെ അടിസ്ഥാനത്തിലല്ല ഈ ബന്ധങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഖൗലുൻ ഫസ്ൽ, ഈ കാര്യങ്ങളിലെല്ലാം ഗണ്യതമായ തീരുമാനം പറയുന്നതാകുന്നു വിശുദ്ധ ഖുർആൻ. ഇടപാടുകൾ അല്ലെ, മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണ്? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, എന്താ പലിശയും കച്ചവടം തമ്മിൽ വ്യത്യാസം? കച്ചവടത്തിൽ നമ്മൾ 10 രൂപയുടെ ഒരു വസ്തു ഒരാൾക്ക് കൊടുക്കുന്നു, അയാളുടെ അടുത്ത് നിന്ന് 20 രൂപ വാങ്ങുന്നു, 10 രൂപ നമ്മൾ ലാഭിക്കുന്നു. പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 രൂപ കടം കൊടുക്കുന്നു, തിരിച്ച് 20 രൂപ വാങ്ങുന്നു. എന്താ വ്യത്യാസം എന്നാണ് ചോദിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ പലിശ കച്ചവടം പോലെ അല്ലേ എന്നല്ല അവർ പറഞ്ഞത്. ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടം പലിശയെ പോലെയാണെന്ന് പറഞ്ഞത്. അത്രക്ക് പലിശ ഹലാല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് മക്ക മുശ്രിക്കുകൾ പറയുന്നത്. പക്ഷെ അല്ലാഹു തആല പറയുന്നു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു പലിശ ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം അനുവദിച്ചിരിക്കുന്നു. കാരണമുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളും വിശദാംശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഗണ്യതമായ തീരുമാനം പ്രഖ്യാപിച്ചു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അതുപോലെ തന്നെ ലഹരി. ഇപ്പോൾ ലഹരിയുടെ കാര്യത്തിൽ ആളുകൾ വളരെ ആശങ്കയിലാണ്. നാട്ടിൽ ലഹരി പടർന്നു പിടിക്കുന്നു, ഒരുപാട് ദുരന്തങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഈ ലഹരിക്കെതിരെ പോരാടണം. പോരാടുന്നവരാരൊക്കെയാണ്? കള്ള് അനുവദനീയമായി കാണുന്നവൻ അതിനപ്പുറത്തുള്ള ലഹരിക്കെതിരെ പോരാടുന്നു. കള്ളിന് എതിരെ കൂടി പോരാടണോ? പുകവലിക്കെതിരെ പോരാടണോ? ഏതൊക്കെ ലഹരിക്കെതിരെ പോരാടണം? കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാണ്. അതാണ് ഖൗലുൻ ഫസ്ൽ എന്ന് പറയുന്നത്. അതോടുകൂടി പിന്നെ സംശയമില്ല. ഇതാണ് ഖുർആൻ്റെ പ്രത്യേകത, ഇതാണ് സുന്നത്തിൻ്റെ പ്രത്യേകത. വമാ ഹുവ ബിൽ ഹസിൽ, ഇത് കളിയും തമാശയുമല്ല. ഇന്നഹും യകീദൂന കൈദ. അതിനു മുമ്പ് ഈ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സത്യം ചെയ്ത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനാണ് മുഖ്സമുൻ അലൈഹി, ഖുർആൻ ഗണ്യതമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് എന്ന കാര്യമാണ് സത്യം ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഖസമും മുഖ്സമുൻ അലൈഹിയും തമ്മിൽ ബന്ധമുണ്ടാകും. സത്യം ചെയ്ത് പറയുന്ന എന്തിനെ പിടിച്ചാണോ സത്യം ചെയ്യുന്നത് അതും സത്യം ചെയ്തിട്ട് പറയുന്ന വിഷയവും തമ്മിൽ ബന്ധമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ബന്ധം? ആകാശവും ഭൂമിയും എടുത്ത് പറഞ്ഞ് സത്യം ചെയ്യുകയും എന്നിട്ട് ഖുർആനെക്കുറിച്ച് സംസാരിക്കുന്നു. പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങൾ പല തരത്തിൽ വിശദീകരിച്ചത് കാണാം. എല്ലാം ശരിയാണ്. ഒരു ബന്ധം ചില മുഫസ്സിരിങ്ങൾ പറയുന്നത്, ആകാശഭൂമികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് മഴയും ചെടികൾ മുളക്കുന്നതാണല്ലോ. കേവലം ആകാശവും ഭൂമിയുമാണ് സത്യം എന്നല്ല പറഞ്ഞത്. മഴ വർഷിപ്പിക്കുന്ന ആകാശവും ചെടികൾ മുളക്കുന്ന ഭൂമിയുമാണ് സത്യം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ മഴ വർഷിച്ചതിനെ തുടർന്ന് ചെടികൾ മുളക്കുക, സസ്യങ്ങൾ മുളക്കുക എന്നുള്ളതും ഖുർആനും തമ്മിൽ ബന്ധമുണ്ട്. വളരെ വ്യക്തമാണ്. അതെന്താണ്? ഈ മഴ വർഷിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് ജീവൻ കിട്ടുകയാണ് ഈ ചെടികൾ മുളക്കുന്നതോടുകൂടി. ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത, ഈ ഭൂമിക്ക് ജീവൻ നൽകിയവൻ അവൻ മരണപ്പെട്ടവർക്ക് ജീവൻ നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മരിച്ചിട്ട് ജീവിക്കുന്നത് പോലെയാണ് മഴ വർഷിച്ചിട്ട് ഭൂമി അത് പച്ചപ്പുള്ളതാവുക എന്നുള്ളത്. അതുപോലെയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഒരാൾ ഉൾക്കൊണ്ടാൽ, വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, അത് ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ, അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ ശ്രമിച്ചാൽ മരിച്ചിട്ട് ജീവൻ വരുന്നത് പോലെ ആയിരിക്കും. അവ മൻകാന മയ്യിതൻ, ഒരു മനുഷ്യൻ അവൻ മയ്യിത്തായിരുന്നു, ഫഅഹ്യൈനാഹു, എന്നിട്ട് അവന് ഞാൻ ജീവൻ നൽകി, വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, എന്നിട്ട് ജനങ്ങൾക്കിടയിലൂടെ കയ്യിൽ പിടിച്ച് നടക്കാൻ അവനൊരു വെളിച്ചം കൊടുത്തു. ഖമ മസലുഹു ഫി ദുൽമാതി ലൈസ ബിഖാരിജിൻ മിൻഹ, അവൻ
ഒരു വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നവനെ പോലെ ആകുമോ എന്ന് ചോദിച്ചു. ഈ പറഞ്ഞ നൂർ എന്താണ്? വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട ഒരാളെന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള ഒരാളെ പോലെയും ഇത് ഉൾക്കൊള്ളാത്തവൻ ഇരുട്ടിൽ നടക്കുന്ന ഒരാളെ പോലെയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട ഒരാൾ ഹയാത്തുള്ളവനും വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാത്തവൻ ഒരു മയ്യത്തിനെ പോലെയുമാണ്. അപ്പോൾ മയ്യത്തും ജീവനുള്ള വസ്തു തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അത്രയും വ്യത്യാസമുണ്ടാകും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി അമൽ ചെയ്യുന്ന ഒരാളും അത് അവഗണിച്ച് നടക്കുന്ന ഒരാളും തമ്മിൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമായി. ആകാശത്തു നിന്ന് മഴ വർഷിച്ച് ഭൂമിക്ക് ജീവൻ ഉണ്ടാകുന്നു, വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യൻ്റെ മനസ്സിന് ജീവൻ ഉണ്ടാകുന്നു. മറ്റൊരു ബന്ധം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ആകാശഭൂമികളുടെ കാര്യം, മഴ വർഷിക്കുന്നതും ചെടികൾ മുളക്കുന്നതും അത് മരണാനന്തര ജീവിതത്തിനുള്ള തെളിവാണല്ലോ. ഇന്നലതി അഹ്യഹ ലമുഹ്യിൽ മൗത. അപ്പോൾ മരണാനന്തര ജീവിതത്തിൽ യഖീനുള്ള ഒരാൾ ഈ ആകാശവും ഭൂമിയുമൊക്കെ ഇങ്ങനെ മഴ വർഷിപ്പിക്കുന്നതും ചെടികൾ മുളക്കുന്നതും കണ്ട് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് ആഖിറത്തിൽ യഖീനായ ഒരാൾ, അയാളുടെ ജീവിതത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ എന്ന് ഖുർആനെക്കുറിച്ച് പറഞ്ഞതുപോലെ അയാളുടെ ജീവിതവും വളരെ വ്യക്തതയിലായിരിക്കും. അയാൾക്ക് ഹക്കും ബാത്തിലും വ്യക്തമായിരിക്കും. അയാളുടെ ജീവിതത്തിൽ ഹസിൽ, ഈ തമാശ ഉണ്ടാവുകയില്ല. അയാളുടെ ജീവിതത്തിലെ ഓരോ വാക്കും പ്രവൃത്തിയും ഗൗരവമുള്ളതായിരിക്കും എന്ന് ചിലർ പറഞ്ഞത് കാണാം, ഇത് തമ്മിലുള്ളൊരു ബന്ധമായിട്ട്. മറ്റൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ആകാശത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ വസ്സമാ ഇദാതിർ റജ്അ് എന്നാണ് പറഞ്ഞത്. ആവർത്തിച്ച് മഴ പെയ്യിപ്പിക്കുന്ന ആകാശം, വീണ്ടും വീണ്ടും മഴ പെയ്യുന്ന ആകാശം എന്ന് പറഞ്ഞു. അതുപോലെയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ്റെ പ്രയോജനമുണ്ടാകണമെങ്കിൽ ആവർത്തിച്ച് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞത് കാണാം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സഹാബത്തിൻ്റെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എത്ര ദിവസത്തിലായിരുന്നു ഖുർആൻ ഓതി തീർത്തിരുന്നത്? സഹാബത്തിൻ്റെ ആസാറുകളിൽ കാണാം, ഒരാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവനായി ഓതുമായിരുന്നു. അതായിരുന്നു സാധാരണ സഹാബത്തിൻ്റെ രീതി. അത് കൂടുതൽ ഓതുന്നവരും കുറച്ച് ഓതുന്നവരും ഉണ്ടാവാം, പക്ഷെ അധികം ആളുകളും ഒരാഴ്ച കൊണ്ട് ഓതുമായിരുന്നു. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി ഇരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോയി പെട്ടെന്ന്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓതാനുണ്ടായിരുന്ന ഹിസ്ബ് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഓതാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരളവുണ്ട്, അത് പൂർത്തിയായിരുന്നില്ല, അത് ഓതാൻ വേണ്ടി ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയുന്നത് കാണാം, കാനത്ത് തഖ്റഉ അക്സറ ഹിസ്ബിഹി അല ഫിറാശിഹ അവരുടെ ആ ഓതാൻ നിശ്ചയിച്ച അളവ് 1, 2, 3, 4 ഒക്കെ ജുസ് ഓതുന്നുണ്ടാവും ഒരു ദിവസം. അതെത്രയാണോ അത് ഓതാറുണ്ടായിരുന്നത് പലപ്പോഴും അവർ കിടന്നുകൊണ്ടായിരുന്നു. ഹാഫിദത്താണ്, അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, കിടന്നുകൊണ്ട് ഓതുമായിരുന്നു. അപ്പോൾ സഹാബത്തിൻ്റെ സമ്പ്രദായമാണ് ഒരു നിശ്ചിത അളവ് ഖുർആൻ ദിവസവും ഓതുക എന്നുള്ളത്. എത്രയാണോ നമുക്ക് സാധിക്കുന്നത്, നമ്മുടെ ഒഴിവ് സമയം അനുവദിക്കുന്നത് എത്രയാണോ അത്രയും അളവ് തീരുമാനിച്ചിട്ട് അത് പതിവായി ഓതുക എന്നുള്ളത്. അങ്ങനെ പതിവായി ആവർത്തിച്ച് ഓതുമ്പോഴാണ് ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം നമുക്ക് കിട്ടുക. കാരണം ഖുർആൻ പറയുന്ന ഈ ആശയങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. അല്ല, ഇപ്പോൾ നമുക്ക് തിന്മകൾ ചെയ്യാൻ എന്താണ് കാരണം? നമ്മൾ ആഖിറത്തിനെക്കുറിച്ച് മറക്കുന്നു. പക്ഷെ ഖുർആൻ ഓതുമ്പോൾ ഈ ആഖിറത്തിനെക്കുറിച്ചുള്ള ആയത്തുകൾ ആവർത്തിച്ച് കേൾക്കുന്നു. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ, ഇന്നല്ലദീന കഫറു ബിആയാതിന സൗഫ നുസ്ലിഹിം നാറ കുല്ലമ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. അല്ലെ, നരകത്തിൽ അള്ളാഹു തീ കത്തി തൊലി കരിഞ്ഞു പോയാൽ അടുത്ത തൊലി കൊടുക്കും. ഈ ആയത്തൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിലോ നമുക്ക് നരകത്തെക്കുറിച്ച് പേടിയുണ്ടാകും. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതുപോലെ തന്നെ നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അശ്രദ്ധ ഉണ്ടാകുന്നത്. അല്ലെ, പിശാച് മനുഷ്യനെ പിടികൂടുന്നത് ആദ്യം തിന്മ ചെയ്യിപ്പിക്കുകയില്ല, നേരെ വന്നിട്ട് തിന്മ ചെയ്യാൻ പറയില്ല. പിശാചിൻ്റെ ഖുത്വാത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ. പിശാചിൻ്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത് എന്നാണ് പറഞ്ഞത്. പിശാച് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കുക. ആദ്യം വന്നിട്ട് ഗഫ്ലത്ത് ഉണ്ടാക്കാൻ നോക്കും. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയൊന്നും ചെയ്യുന്നില്ല, നന്മയില്ല തിന്മയില്ല, വെറുതെ ഇരിക്കുക. അതാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്, അശ്രദ്ധരായിരിക്കുക. അതിന് ശേഷമാണ് തിന്മ ചെയ്യിപ്പിക്കുക. അതുപോലെ തിന്മയിലേക്ക് എത്തിക്കാൻ പിശാചിന് പല കെണികളുണ്ട്. അതിൽപ്പെട്ട ഒരു കെണിയാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇപ്പോൾ കുറച്ച് സമയം വെറുതെ ഇരിക്കും എന്ന് പറയും പിശാച്. അങ്ങനെ വെറുതെ ഇരിക്കുന്നത് അത് തുടക്കമാണ് പിശാചിൻ്റെ. അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞത്, ഇന്നി ലഅക്റഹു റജുല അൻ അറാഹു സബഹ്ലല. വെറുതെ ഇരിക്കുന്ന ഒരാളെ ഞാൻ വെറുക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണോ ഇബ്നു മസ്ഊദ് ആണോ എന്ന് ഓർമ്മയില്ല, റളിയല്ലാഹു അൻഹു ഒരു സഹാബി പറഞ്ഞതാണ്, ഇന്നി ലഅക്റഹു റജുല അൻ അറാഹു സബഹ്ലല. വെറുതെ ഇരിക്കുന്നത്
കാണുന്നത് എനിക്കിഷ്ടമല്ല. ലാ ഫീ ഷൈഇൻ മിൻ അമലി ദുനിയ വലാ ഫീ ഷൈഇൻ മിൻ അമലിൽ ആഖിറ. ആഖിറത്തിൻ്റെ പണിയുമില്ല, ദുനിയാവിൻ്റെ പണിയുമില്ല. ദുനിയാവിൽ ഉപകാരമുള്ള എന്തെങ്കിലും ജോലി ചെയ്താൽ മതി, അതും ചെയ്യുന്നില്ല. ആഖിറത്തിൻ്റെ ജോലിയും ചെയ്യുന്നില്ല. അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഞാൻ വെറുക്കുന്നു. കാരണം വെറുതെ ഇരിക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മാസിയത്താണ്. വെറുതെ ഇരുന്നാൽ എന്ത് ചെയ്യും? ദിക്റില്ലാതെ അമൽ ചെയ്യാതെ വെറുതെ ഇരുന്നാൽ അവൻ്റെ മനസ്സ് ഖാലിയാണ്. അവിടെ പിശാചിന് കാര്യം പറയാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പിശാചിൻ്റെ പല കെണികളെക്കുറിച്ചും കാണാം. സ്ത്രീകൾ പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയാണ്. അതുപോലെ നോട്ടം, അത് പിശാചിൻ്റെ കെണിയാണ്. ഇങ്ങനെയുള്ള ഖുത്വാത്തിലൂടെയാണ് പിശാച് മനുഷ്യനെ പഴപ്പിക്കുക. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടി, അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശ. പിശാച് ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കും. വയഅ്മുറുകും ബിൽ ഫഹ്ശ, പിന്നെയാണ് ഫഹ്ശ, മ്ലേച്ഛതകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ആദ്യം കുറേ കാലം ദാരിദ്ര്യത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഹറാമ് ചെയ്തിട്ടാലും വേണ്ടില്ല, രക്ഷപ്പെട്ടേ മതിയാകും എന്നുള്ള ചിന്തയുണ്ടാക്കും, തെറ്റുകൾ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പിശാച് ഒരു മനുഷ്യനെ പിടികൂടും. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഖുർആൻ പാരായണം കൊണ്ട് സാധിക്കും. കാരണം പിശാചിനെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ പിശാചിൻ്റെ ഖുത്വാത്തിനെക്കുറിച്ച് പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഓർമ്മ വരും. അതുപോലെ ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറയുന്നു. ഈ ആയത്തുകളൊക്കെ ആവർത്തിച്ച് കേട്ടാൽ അത് നമുക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം അപ്പോഴാണ് ലഭിക്കുക. ഇങ്ങനെയൊരു അഭിപ്രായവും ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില മുഫസ്സിരീങ്ങൾ ഉലമാക്കൾ പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നു, ഇന്നഹും യഖീദൂന കൈദ, തീർച്ചയായും അവർ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മുശ്രിക്കുകളെക്കുറിച്ച്, കാഫിറുകളെക്കുറിച്ച് പറയുകയാണ് അല്ലേ. അവർ ഹക്കിനെതിരായി തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് തന്ത്രം? കെയ്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എതിരാളിയെ അവനറിയാതെ പരാജയപ്പെടുത്തുക. നേർക്ക് നേരെ ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെടുന്നതിന് പകരം അവൻ തന്നെ അറിയാതെ അവനൊരു കണിയിൽ വീഴ്ത്തുക. അതിനാണ് കെയ്ദ് എന്ന് പറയാം. അങ്ങനെ അവർ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇത് എല്ലാ കാലത്തുമുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ, കാഫിറുകളുടെ സ്വഭാവമാണ്. ഇസ്ലാമിനെതിരെ തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത്. നേർക്ക് നേരെ ഇസ്ലാമിനോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയില്ല. അപ്പോൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക, അങ്ങനെ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക, അതവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല അല്ലേ. ചില ആളുകൾ ഈ പലതരത്തിലുള്ള ഗൂഢാലോചന പദ്ധതികൾ, കോൺസ്പിറസി തിയറികൾ, അതിൻ്റെ പിന്നാലെ പോയി സമയം കളയുന്ന ആളുകളുണ്ട്. ഇന്ന രാജ്യം ഇസ്ലാമിനെതിരെ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഇത് ഇന്ന ആളുടെ തന്ത്രമാണ്. അങ്ങനെ അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു പുതുമയുള്ള കാര്യമല്ല. ഇന്നഹും യഖീദൂന കൈദ, ഇസ്ലാമിനെതിരെ തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത് അത് പരമ്പരാഗതമായി ദീനിൻ്റെ ശത്രുക്കൾ ചെയ്യുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അഖീദു കൈദ, അതിന് തിരിച്ച് തന്ത്രം പ്രയോഗിക്കാൻ അള്ളാഹു ഉണ്ട്. അഖീദു കൈദ, ഞാൻ തന്ത്രം പ്രയോഗിക്കുന്നതാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഫലാ തഅജൽ അലൈഹിം ഇന്നമാ നഉദ്ദു ലഹും അദ്ദ, നീ തിരക്ക് കൂട്ടേണ്ടതില്ല അവരുടെ കാര്യത്തിൽ. അവരിതാ വളരെ ശക്തിയിലാണ്, വലിയ പ്രതാപത്തിലാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. അപ്പോൾ അത് കണ്ടിട്ട് മാനസികമായി തളരേണ്ടതില്ല. ഫലാ തഅജൽ അലൈഹിം ഇന്നമാ നഉദ്ദു ലഹും അദ്ദ, അവരുടെ കാര്യത്തിൽ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ അവരുടെ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു കണക്കുണ്ട്. അതിങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണപ്പെട്ട് ആ ആയുസ് എത്തുമ്പോൾ തീർന്നു. അല്ലെങ്കിൽ അവർക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം എത്തുന്നത് വരെയുള്ളൂ അവരുടെ ഈ അക്രമങ്ങളും തന്ത്രങ്ങളും അവരുടെ പ്രതാപവുമെല്ലാം. അതുപോലെ തന്നെ വലാ തസ്തഅജിൽ ലഹും, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ നിരവധി ആയത്തുകളിൽ കാണാം, നുമത്തിഉഹും ഖലീലൻ, വളരെ കുറച്ച് കാലം നമ്മളവരെ സുഖിപ്പിക്കുന്നതാണ് അല്ലേ. അള്ളാഹു സുഖിപ്പിക്കുന്നതാണ്, ഇവർ സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയതല്ല. നുമത്തിഉഹും, നാം അവരെ സുഖിപ്പിക്കും, ഖലീലൻ, കുറച്ച് കാലം. തുമ്മ നദ്റുഹും ഇലാ അദാബിൻ ഖലീദ്, അത് കഴിഞ്ഞിട്ട് വളരെ കടുത്ത ശിക്ഷ അവരെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് തന്നിട്ടുള്ളതാണ്. ഫമഹ്ഹിലിൽ കാഫിരീന, അതുകൊണ്ട് കാഫിറുകൾക്ക് നീ നീട്ടിവെക്കുക, കുറച്ച് കാലം അവർക്ക് സമയം കൊടുക്കുക. അവരുടെ കാര്യത്തിൽ അവർ തോൽപ്പിക്കാൻ തിരക്ക് കൂട്ടരുത്. ഫമഹ്ഹിലിൽ കാഫിരീൻ, അവരെ കുറച്ച് കാലം നീ വെറുതെ വിടുക. അംഹിൽഹും റുവൈദ, ഞാൻ അവരെ അല്പകാലം അവർക്ക് നീട്ടിക്കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണിത്. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, സൂറത്തുൽ ഖലമിൽ അല്ലാഹു തആല പറഞ്ഞു, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇതിനെ കളവാക്കുന്നവനെയും എന്നെയും നീ വെറുതെ വിടുക, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത വിധത്തിൽ
അവർക്ക് ഞാൻ നീട്ടിക്കൊടുക്കും. അവരുടെ അക്രമം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ അവർ കൊടുത്തുകൊണ്ടിരിക്കും. എന്തിന്? പാപങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി. അവരെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയുടെ കടുപ്പം കൂടാൻ വേണ്ടി അവർക്ക് അക്രമം ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. സനസ്തജ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വ ഉംലി ലഹും, അവർക്ക് ഞാൻ നീട്ടിക്കൊടുക്കും. ഇന്ന കൈദി മതീൻ, എൻ്റെ തന്ത്രം വളരെ ശക്തമായ തന്ത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന വാക്കുകളാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സൂറത്ത് ഇറങ്ങുന്നത് മക്കയിലാണ്. അപ്പോൾ മക്കയിൽ എന്തുമാത്രം പീഡനങ്ങൾ മുസ്ലിങ്ങൾ സഹിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ ദീനിയായ കാഴ്ചപ്പാടിൽ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ പീഡനമാണ് മക്കത്ത് മുസ്ലിമീങ്ങൾ സഹിച്ചത്. കാരണം നമുക്കിപ്പോൾ തോന്നും അന്നത്തേക്കാളും വലിയ കഷ്ടപ്പാട് നമ്മൾ സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തുള്ള മുസ്ലിങ്ങൾ സഹിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഇന്ന് മുസ്ലിമീങ്ങൾ സഹിക്കുന്ന ഏതൊരു പീഡനവും മക്കത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച പീഡനവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? കാരണം അള്ളാഹുവിൻ്റെ നബിയാണ് അല്ലേ? ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും കൂടി കൊന്നുകളഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ തെറി വിളിച്ചതിൻ്റെ അടുത്തെത്തുകയില്ല. കാരണം നമ്മളിപ്പോൾ നമ്മളൊരാൾ കണ്ട് അടി അടിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ ഉപ്പാനെ അടിച്ചു അല്ലെങ്കിൽ ഉപ്പാനെ ചീത്ത പറഞ്ഞു, ഇതിലേതാ വലുതായിട്ട് കാണുക? നമ്മൾ ഉപ്പാൻ്റെ കാര്യമായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ സ്വന്തത്തെക്കാളും പ്രിയപ്പെട്ടതായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റാരെങ്കിലും അവരെ ഉപദ്രവിക്കുന്നത് നമ്മെ ഉപദ്രവിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. നമുക്ക് അടി കിട്ടുന്നതിനേക്കാൾ വലുതായിരിക്കും അവന് ചീത്ത കേൾക്കുന്നത് അല്ലേ? മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സ്വന്തം ജീവൻ കളയാൻ ചിലപ്പോൾ തയ്യാറാകും. അപ്പോൾ നമ്മളെല്ലാവരും ജീവൻ കളയേണ്ടവനായ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അടിച്ചിട്ടുണ്ട്. മദീനയിൽ പോയതിനു ശേഷം ഉഹദ് യുദ്ധത്തിൽ പല്ല് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, തല മുറിവായി രക്തം വാർന്നിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ. അതുപോലെ തന്നെ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരോപണങ്ങൾ പലതും ഉന്നയിച്ചിട്ടുണ്ട്. 2 വർഷത്തോളം ഉപരോധിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാതെ, എന്നാലോചിച്ച് നോക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പുല്ല് പറിച്ച് തിന്നിട്ട് 2 വർഷം ജീവിച്ചു. ഒരു മലയുടെ മുകളിൽ പുല്ലും അതുപോലെ തന്നെ കന്നുകാലികൾ തിന്നുന്ന ഭക്ഷണം. ആലോചിച്ച് നോക്കൂ. ഇത്രമാത്രം പീഡനങ്ങൾ സഹിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫമഹിലുൽ കാഫിരീൻ, അവർക്ക് സമയമായിട്ടില്ല, അംഹിലുഹും റുവൈദ, കുറച്ച് കാലം നീട്ടിക്കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. അതതുപോലെ സംഭവിച്ചു. അപ്പോൾ ഇത് നമുക്കൊക്കെയുള്ള ഒരു ആശ്വാസവാക്കാണ് അല്ലേ? നമ്മൾ എന്തൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഈ ശത്രുവിനെ അധികാരത്തിലെത്തിച്ചതും അവന് ശക്തി കൊടുത്തതും അവന് സമയം നീട്ടിക്കൊടുത്തതും ആയുസ് കൊടുത്തതും ആയുധം കൊടുത്തതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഇജാസ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിൻ്റെ ഒരു തെളിവും ഈ ആയത്തിലുണ്ട്. അതെന്താണ്? അംഹിലുഹും റുവൈദ, കുറച്ചു കാലം എന്നാണ് പറഞ്ഞത്. അതുപോലെ സംഭവിച്ചു. മക്ക ഫത്ഹായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപരോധിച്ച ഈ മലയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തിൻ്റെ കീഴിൽ വന്നു, അധികം കാലം കഴിയാതെ തന്നെ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ് എന്നുള്ളതിന് ഒരു തെളിവ് ഈ ഹദീസിൽ, ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.